ഹായ് ഗായ്സ്, വെൽക്കം മൈ ചാനൽ SSSSC. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കടകളിൽ കിട്ടുന്ന സെയിം പക്കോട എങ്ങനെ വീടുകളിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യണം. അതിനുശേഷം 2 സ്പൂൺ ഇഞ്ചിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. പിന്നെ 4 പച്ചമുളകാണ്, അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. അതിനുശേഷം 4 അല്ലി കരിവേപ്പിൻ്റെ ഇല. ഓക്കെ, എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സൈഡിലേക്ക് പോകുന്ന പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ മുളക് പൊടി. അതിനുശേഷം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന കായത്തിൻ്റെ പൊടി, ഇതിൽ കാണുന്ന പോലത്തെ കായത്തിൻ്റെ പൊടി നമുക്കൊരു നുള്ള് ആഡ് ചെയ്യാം. കാരണം കടകളിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ അപ്പക്കാരം ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കടലമാവാണ്. 2 കപ്പ് കടലമാവാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 2 കപ്പ് കടലമാവ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കറുമുറ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഓവർ വെള്ളമാവാൻ പാടില്ല. കുറച്ച് നല്ല കട്ടിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കുഴങ്ങനെയുള്ള മാവാക്കി എടുക്കുക. അധികം ഓവർ ലൂസ് ആവാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ആ പാന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പം നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ലവണ്ണം ചൂടാവണം. നമ്മൾ എന്ത് എണ്ണക്കടി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ ഓയിൽ നല്ലവണ്ണം ചൂടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കടികളിലൊക്കെ എണ്ണ പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓയിൽ ചൂടാക്കണം. ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പക്കവടേൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ചിട്ട്. കാരണം കടകളിലൊക്കെ കിട്ടുന്നത് നമുക്ക് കുറച്ച് ചെറുതായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെറിയ സ്പൂണുകളിൽ നമുക്ക് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന സെയിം ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന സെയിം പക്കവട തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് അതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു അപ്പക്കോരി വെച്ചിട്ട് ഇതേപോലെ നമുക്കെടുക്കാം.
അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളതും അതേപോലെ ചെറുതാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാം ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന സെയിം പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് പക്കോടയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.